പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയിലും ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാവരെയും ഈ അനുസ്മരണ ചടങ്ങിന്റെ ഭാഗമായി ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. എം ഡിയെ കുറിച്ച് പറയുകയാണെങ്കിൽ കഴിഞ്ഞ കൂടല്ലൂർ എന്ന് പറഞ്ഞ ഒരു കൊച്ചു ഗ്രാമത്തിൽ നിന്നും, നിലയുടെ തീരത്തുള്ള ഒരു കൂടല്ലൂർ എന്നുള്ള കൊച്ചു ഗ്രാമത്തിൽ നിന്നും മലയാള സാഹിത്യത്തെ വിശ്വ സാഹിത്യത്തോളം ഉയർത്തിയ ഒരു മഹാനായ കഥാകാരനാണ്. ഏതാണ്ട് 30-ലധികം നോവലുകളും 19ഓളം തിരക്കഥകളും, അങ്ങനെ അദ്ദേഹം ജീവിച്ച ആ കാലഘട്ടത്തിൽ അദ്ദേഹം തൊട്ടതെല്ലാം പൊന്നാക്കിയ, അല്ലെങ്കിൽ അദ്ദേഹം വിഹരിച്ച മേഖലകളിലൊക്കെയും അദ്ദേഹത്തിന്റെ ആ ഒരു ഉടനീളം ആ ഒരു ഡോമിനേഷൻ, അതിപ്പോൾ നോവലിലായിക്കോട്ടെ, തിരക്കഥകളിലായിക്കോട്ടെ, സംവിധായകൻ എന്ന നിലയിൽ ആയിക്കോട്ടെ, ആ ഒരു തരത്തിലൊരു ആധിപത്യമൊക്കെ നിലനിർത്തി അത്രത്തോളം സക്സസ് ആയിട്ടുള്ള ഒരു റൈറ്ററായിരുന്നു എം ഡി വാസുദേവൻ നായർ. അദ്ദേഹം പല രീതിയിലും നമ്മളുടെ കേരളീയരെ സാംസ്കാരികമായും സാമൂഹികമായും ഒക്കെ വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ ആ സ്വാധീനത്തെ പോസിറ്റീവായിട്ടും അത് വിമർശനാത്മകമായിട്ടും ഒക്കെ സമീപിക്കുന്ന ആളുകളുണ്ടാകും. അപ്പോൾ ഒരുപാട് ആളുകളെ സാഹിത്യത്തിലേക്ക് കഥ എഴുതാനും നോവൽ എഴുതാനും ഒക്കെ ഒരുപാട് സ്വാധീനിച്ച എഴുത്തുകാരൻ കൂടിയാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ നഷ്ടം എന്ന് പറയുന്നത് മലയാള സാഹിത്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടമാണ്. അപ്പോൾ എം ഡി എന്നുള്ളൊരു ദ്വയാക്ഷരി അദ്ദേഹം ഡിസംബറിന്റെ ഒരു നഷ്ടമായി അന്തരിച്ചെങ്കിലും അദ്ദേഹം എഴുതിയ നോവലുകളിലൂടെയും കഥകളിലൂടെയും അദ്ദേഹത്തിന്റെ തിരക്കഥകളിലൂടെയും ഒക്കെ നമ്മൾ ഇങ്ങനെ ജീവിച്ചുകൊണ്ടേയിരിക്കും. അത് വരും തലമുറകൾക്കും ആ ഒരു സാഹിത്യ അദ്ദേഹത്തിന്റെ സർഗസൃഷ്ടികളൊക്കെ അനുഭവിക്കാനും വായിക്കാനും ഒക്കെയുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അതാണ് സാഹിത്യകാരന്മാരുടെയും കലാകാരന്മാരുടെയും ഒക്കെ ഒരു മേന്മയും അല്ലെങ്കിൽ പ്രത്യേകത. കാരണം അവരുടെ ജീവിതം തുടർന്നും അവരുടെ കലാസൃഷ്ടികൾ അവരുടെ ഓർമ്മകളായി ഈ സമൂഹത്തിൽ ഇങ്ങനെ നിലനിന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഞാൻ ഇവിടെ ഈ ചടങ്ങിലെത്തിയ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ മുഖ്യ പ്രഭാഷകനായിട്ട് ഇവിടെ എത്തിയിരിക്കുന്നത് ജനസംസ്കൃതിയുടെ മുൻ കേന്ദ്ര കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റും അതുപോലെ നിലവിൽ കേന്ദ്ര കമ്മിറ്റി അംഗവുമായിട്ടുള്ള ശശികുമാറേട്ടനാണ്. ശശികുമാറേട്ടനെ ജനസംസ്കൃതി മേറോളി ബ്രാഞ്ചിന്റെ പേരിൽ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. അപ്പോൾ കൂടാതെ ജനസംസ്കൃതി വൈസ് പ്രസിഡന്റ് ശ്രീനിയേട്ടൻ, ബാക്കി ബ്രാഞ്ച് ഭാരവാഹികൾ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ, മലയാളം ടീച്ചേഴ്സ്, എല്ലാവരെയും ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല. അനുസ്മരണ പ്രഭാഷണത്തിനായി ശശിയേട്ടനെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. ശശിയേട്ടൻ തുടങ്ങുന്നതിന് മുമ്പ് ചെയർമാൻ എന്നുള്ള നിലയിൽ, അതായത് പറഞ്ഞു എം ടിയെ കുറിച്ച് മലയാളികൾക്ക് ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. കാരണം എം ടിയുടെ കഥകൾ, എം ടിയുടെ സിനിമകൾ, അതുപോലെ തന്നെ ഇപ്പോഴും പല സിനിമകളും നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് 10-9 വർഷങ്ങൾക്ക് മുമ്പ് എടുത്ത പല സിനിമകളും ഇന്നും പല രീതിയിലും പ്രസക്തമാണ്. കാരണം സാമൂഹിക വിഷയങ്ങളെക്കുറിച്ച്, അതുപോലെ തന്നെ ജനങ്ങളുടെ ആദികൾ, വേവലാതികൾ, അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇപ്പോഴും പല സിനിമകളും ഇപ്പോഴും വളരെ പ്രസക്തം ആണ്. അപ്പം അതുകൊണ്ട് തന്നെയും എം നമ്മളെ പിരിഞ്ഞതെങ്കിലും എം ടിയുടെ കഥകളിലൂടെയും സിനിമകളിലൂടെയും ഓരോ മലയാളിയും എം ടിയെ കാലാകാലങ്ങളോളം വീണ്ടും ഓർക്കും. കൂടുതൽ ദീർഘിക്കുന്ന എം ടിയെക്കുറിച്ചും കൂടുതലായിട്ട് സംസാരിക്കാൻ നമ്മോടൊപ്പം ശശിയേട്ടനുണ്ട്. ശശിയേട്ടൻ കേന്ദ്ര കമ്മിറ്റി അംഗം എന്നുള്ള രൂപത്തിൽ തന്നെ മലയാളം മിഷൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. നമുക്ക് ശശിയേട്ടനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ പല പരിപാടികൾക്കും നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിട്ടുള്ള ആൾ തന്നെയാണ് ശശിയേട്ടൻ. അത് കൂടുതൽ ദീർഘിക്കുന്നില്ല. ശശിയേട്ടനെ പ്രിയപ്പെട്ടവരെ, എം ടി നമ്മൾ ഓർക്കുകയാണ്. പക്ഷേ ഒരു ദുഃഖം കൂടി ഇപ്പം മലയാളികളെ അലട്ടുന്നുണ്ട്. മലയാളത്തിൻ്റെ ഭാവഗായകൻ തിരിഞ്ഞൊന്നും നോക്കിയിടാതെ നമ്മളോട് ഇപ്പോൾ ഈ പിരിയുന്ന ഈ രാഖിലിയെ തിരിഞ്ഞൊന്നും നോക്കിയിടാതെ മധുമാസങ്ങളിലേക്ക് മടങ്ങി പള്ളിത്തേരിൽ നമ്മുടെ
ഭാവഗായകൻ പി ജയചന്ദ്രൻ്റെ കൂടി മരണം മലയാളിക്ക് ഏറ്റവും ദുഃഖമുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ കൂടെയുള്ള ദുഃഖം നിങ്ങളോടൊപ്പം ഞാൻ പങ്കുവയ്ക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചു എം ടി എന്ന രണ്ടക്ഷരം ശരിക്കും പറയുകയാണെങ്കിൽ കടൽ പോലെയാണ്. വലിയ സ്വാധീനം ആയിരുന്നില്ല എൻ്റെ, അത് സത്യമാണ്. പലപ്പോഴും ഞങ്ങളുടെ സുഹൃത്ത് സംഭാഷണങ്ങളിലൊക്കെ സാഹിത്യ സംഭാഷണങ്ങളിലൊക്കെ ഒരിക്കലും എം ടി കടന്നു വന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം അന്ന് ആ കാലഘട്ടത്തിൽ ആ കാലഘട്ടത്തിലുള്ള ആൾക്കാർക്കൊക്കെ ഒരുപക്ഷെ മനസ്സിലാക്കാൻ സാധിക്കും. ഈ നമ്മുടെയൊക്കെ ക്ഷുഭിത യൗവനം ത്രസിച്ച് നിൽക്കുന്ന കാലഘട്ടത്തിൽ നമ്മളെ സ്വാധീനിച്ച് വേറെ പലരുമായിരുന്നു. അന്ന് കവിതാരംഗത്ത് ചുള്ളിക്കാട്ടിൻ്റെയും കടമരട്ടെയും പോലുള്ള ഒന്നിനെ പോലുള്ള ആളുകൾ ഒരു വശത്ത് നിൽക്കുന്നു. ഇപ്പുറത്ത് ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന് പറഞ്ഞ ഒരു വലിയ നോവലും ഒക്കെ രചിച്ച് മലയാളത്തെ ലോകത്തിൻ്റെ നിരയിലേക്ക് എത്തിച്ച ഒ.വി. വിജയൻ എടുക്കുന്നു. അപ്പുറത്ത് അന്നത്തെ ഞങ്ങളുടെ യുവാക്കളെയും ചെറുപ്പക്കാരെയൊക്കെ സ്വാധീനിച്ച എം മുകുന്ദൻ, കാക്കനാടൻ, ഈ ആളുകൾ വി.കെ.എൻ, ഇവരൊക്കെ നിറഞ്ഞു നിൽക്കുന്ന കാലഘട്ടത്തിൽ എങ്ങനെയോ നമ്മുടെ ഇതിൽ എം ടി എന്നുള്ള ഒരു വ്യക്തി, ഒരു സാഹിത്യകാരൻ ആ രീതിയിൽ ഇപ്പം നമ്മൾ ഇന്ന് ആഘോഷിക്കുന്ന ഒരു എം ടി ആയി മാറിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് എം ടിയെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എം ടിയെ കൂടുതൽ അറിയുന്നത് കഥകളേക്കാൾ നോവലുകളേക്കാൾ കൂടുതൽ സിനിമാ കഥകൾ, സിനിമാ തിരക്കഥകൾ. അദ്ദേഹത്തിൻ്റെ ആദ്യം കണ്ട ഒരു സിനിമ നിർമ്മാല്യം പോലും കണ്ടപ്പോഴും നിർമ്മാല്യത്തിൻ്റെ പോലും ഒരു ഘട്ടത്തിൽ അത് ഒരു സ്പാർക്ക് മനസ്സിലായി. പിന്നീട് സതയം പോലുള്ള സിനിമകൾ, അമൃതംഗമ്മയെ പോലുള്ള സിനിമകൾ കാണുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഒരു ശീലം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആഖ്യാന രീതി വ്യത്യസ്തമാണല്ലോ, അല്ലെങ്കിൽ കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന രീതി വ്യത്യസ്തമാണല്ലോ എന്നുള്ള ചിന്ത മനസ്സിൽ വരികയും പിന്നീടാണ് ഞാൻ എം ടി അറിയാനുള്ള സംഭാവന. പിന്നീട് പല പുസ്തകങ്ങളും പിന്നീട് വായിച്ചു. അദ്ദേഹത്തിൻ്റെ ഒരുവിധം കഥകളൊക്കെ വായിച്ചിട്ടുണ്ട്, നോവലുകൾ വായിച്ചിട്ടുണ്ട്. പക്ഷേ അതുപോലെ തന്നെ എൻ്റെ മനസ്സിൽ എം ടിയെ ചിരപ്രതിഷ്ഠ ഇന്നും എനിക്ക് ഏറ്റവും സാഹിത്യം അല്ലെങ്കിൽ നോവലിസ്റ്റ് എന്ന് പറയുമ്പോൾ എം ടി എന്ന് പറയുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നും രണ്ടാകുമ്പോഴാണ് നമ്മളെ പലരെയും സ്വാധീനിച്ചിട്ടുണ്ടാവും. അപ്പോൾ എം ടിയുടെ കഥകളിൽ നമ്മൾ കാണുന്നത് നമ്മളെപ്പോഴും അറിയാം. എം ടി എപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കഥകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജീവിച്ചിരിക്കുന്ന ചുറ്റുപാട്, ഞാൻ ഇടപഴകിയ ആളുകൾ, അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള ബന്ധുക്കൾ, ഇവരിൽ നിന്നാണ് എം ടി തൻ്റെ കഥാപാത്രങ്ങളെ തിരഞ്ഞെടുത്തത് എന്ന് തന്നെ പല അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഭ്രാന്തം വേലായുധനും ലീലയും ഒക്കെ പുണ്യമൊക്കെ നമ്മുടെ ഇടയിലുള്ള ആൾക്കാർ, നമ്മുടെ ഗ്രാമത്തിൽ ഒരു ഭ്രാന്തനുണ്ടാവും, നമ്മുടെ ഇടയിലും ഒരു പുണ്യം പോലുള്ള ആളുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഈ കഥാപാത്രങ്ങളെ വാർത്തെടുക്കുന്നതിൽ എം ടി വേറൊന്നും പറയാനോ ശീലിക്കാറില്ല. പക്ഷേ തൻ്റെ ജീവിതത്തിൽ താൻ കണ്ടു പറഞ്ഞ കഥാപാത്രങ്ങളെ തനിക്ക് തോന്നുന്ന രീതിയിൽ ജനങ്ങൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണ് എം ടി എഴുത്ത് തുടങ്ങുന്നത് തന്നെ. അദ്ദേഹം പറഞ്ഞപ്പോൾ പിന്നീട് തൊട്ടതെല്ലാം പൊന്നാക്കി എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ആദ്യത്തെ നോവലിൻ്റെ തന്നെ സാഹിത്യ അക്കാദമി അവാർഡ്, ആദ്യത്തെ സിനിമയ്ക്ക് തന്നെ സ്വർണ്ണകമലം, അങ്ങനെ ഈ ജ്ഞാനപീഠം വരെ നേടിയ വളരെ വ്യക്തമായിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത് എന്നെ ആദ്യം സ്വാധീനിച്ച സിനിമകൾക്ക് രണ്ടാമൂഴം പോലുള്ള കഥകളിലൊക്കെ അദ്ദേഹത്തിൻ്റെ വ്യാഖ്യാന രീതി, അത് അദ്ദേഹത്തിൻ്റെ പല സിനിമകളും നോക്കിയാൽ അറിയാം, അല്ലെങ്കിൽ പല കഥകളും നോക്കിയാൽ അറിയാം, തിരക്കഥകൾ നോക്കിയാൽ അറിയാം. രണ്ടാമൂഴത്തിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു ആഖ്യാന ശൈലി ഒരുപക്ഷെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം വരാണെങ്കിൽ ചന്തുവിൻ്റെ സിനിമയാണ്. ഒരു വടക്കൻ വീരകഥയിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഒരു സംഭാഷണം പറയുന്ന രീതി, നമ്മൾ പറയുന്ന രീതിയെ തിരിച്ചു പറഞ്ഞുകൊണ്ട് കൂടുതൽ അഗ്രസീവായിട്ട് അനുവാചകൻ്റെ അല്ലെങ്കിൽ കേൾക്കുന്നവൻ്റെ ഉള്ളിലേക്ക് എത്തിക്കുന്ന ഒരു ശീലം. എന്താ പറയുക, പാണിന് പാട്ട് കിട്ടാൻ വേണ്ട വീരവതിലങ്ങളിൽ എന്നും വരുമല്ലോ അവർക്ക് നമ്മൾ ആദ്യം പറയുന്നതാണ് എം ടി അവസാനം പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ചില കൃത്യമായിട്ടുള്ള സംഭാഷണം. അതുപോലെ തന്നെ ഇന്ന് ഒരു പക്ഷേ വടക്കമ്പാട്ടിലെ ചന്തു അല്ല നമ്മുടെ മനസ്സിൽ. വടക്കമ്പാട്ടിലെ ചന്തുവിനേക്കാൾ കൂടുതൽ എം ടിയുടെ ചന്തുവാണ് നമ്മുടെ മനസ്സിൽ. ചതിയനല്ലാത്ത ചന്തുവിനെ നമ്മുടെ മനസ്സിൽ പ്രതിഷ്ഠിച്ച എം ടിയാണ് നമ്മുടെ മുന്നിൽ. അതുപോലെ തന്നെ രണ്ടാമൂഴത്തിലും നമുക്കറിയാം, രണ്ടാമൂഴത്തിൽ കേട്ടുമറന്ന നമ്മളൊക്കെ വായിച്ചിട്ടുള്ള ഭീമനെ വേറൊരു രൂപത്തിൽ ഒരു രണ്ടാമൂഴം വായിക്കുന്ന നമ്മൾ പലരും വായിച്ചിട്ടുള്ളൂ. പക്ഷെ അതിൽ ചില എം ടി കാര്യങ്ങളെ കാണുന്ന രീതിയുണ്ട്. അതിൽ ചില കാര്യങ്ങൾ രണ്ടാമൂഴത്തിൽ കൂടെ നമ്മളോട് പറയുന്ന ചില സംഭാഷണങ്ങളുണ്ട്. ഇപ്പം അതിൽ ഭീമൻ കൗരവര് കെട്ടി പുഴയിൽ എറിയുകയും പുഴയിൽ കാട്ടുരാജാക്കന്മാർ അല്ലെങ്കിൽ ആകന്മാർ രക്ഷിക്കുകയും ചെയ്യുമ്പോൾ ഇവനോട് ചോദിക്കുന്നുണ്ട് ആരാണെന്ന്. അപ്പോൾ ഭീമൻ പറയുന്നത് ശത്രു. അപ്പോൾ എം ടി ഒരു ഡയലോഗ് ഉണ്ട് അതിൽ, ശത്രുവിനോട് ദയ കാട്ടരുത്, ഒരിക്കൽ ദയ നേടിയ ശത്രു കൂടുതൽ അജയ്യനായി തിരിച്ചു വരും. മൃഗത്തെ വിട്ടുകളയാം, പക്ഷെ മനുഷ്യനെ വിട്ടുകളയരുത് എന്ന് പറയുന്ന ആ എം ടി അത് പറയുന്നത് ഭീമനോടാണെങ്കിൽ നമ്മളോടും കൂടിയാണ് പറയുന്നത്. ഇത്
അത്രയ്ക്കും ദാർശനികമായി കാര്യങ്ങളെ കാണുന്ന MT. അതുപോലെ തന്നെ ഭീമന്റെ ഏറ്റവും ദയനീയമായിട്ടുള്ള മുഖം വരച്ച് കാട്ടുന്ന കടോർക്കച്ചൻ്റെ മരണം. കടോർക്കച്ചനിൽ കർണന് വേണ്ടി കർണൻ അർജുന് വേണ്ടി വെച്ച വെയിൽ കൊണ്ട് അവസാനം കടോർക്കച്ചൻ മരിക്കുമ്പോൾ എല്ലാവരും ദുഃഖിച്ചിരിക്കുമ്പോൾ അവിടെ കടന്നു വരുന്ന കൃഷ്ണൻ പറഞ്ഞത്, ഇത് ദുഃഖിക്കാനുള്ള സമയമല്ല, ഇത് ആഘോഷിക്കാനുള്ള സമയമാണ്, അവൻ മരിക്കേണ്ടവനായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരോടും ആഘോഷിക്കാൻ പറയുകയും അതോടൊപ്പം തന്നെ അഭിമന്യൻ്റെ മനസ്സ് ദുഃഖിക്കുകയും ചെയ്യുമ്പോൾ തൂണിൻ്റെ മഴവിൽ നിന്ന് അതെല്ലാം കേൾക്കുന്ന ഭീമൻ്റെ വേദന അത് വളരെ ശക്തമായിട്ട് തന്നെ രണ്ടാം മൂഴത്തിലൊക്കെ MT അതിൽ. അപ്പം MT കാര്യങ്ങളെ കാണുന്നതൊക്കെ വേറെ രീതിയിലാണെന്നും ചരിത്രത്തിൽ നിന്ന് വിത്തുകളിൽ നിന്നൊക്കെ തൻ്റെതായ ഒരു കാഴ്ചപ്പാടിൽ ആളുകളെ അവതരിപ്പിക്കാൻ പറ്റും എന്ന് കാണിച്ച രചനകളാണ് ഇപ്പോൾ രണ്ടാമ്പുഴമായാലും തിരക്കഥയിലെ ചന്തു ആയാലും അല്ലെങ്കിൽ വൈശാലി ആയാലും അല്ലെങ്കിൽ പഴശ്ശിരാജ് പോലും. പഴശ്ശിരാജ് നമ്മൾ വരച്ച മോതിരം വിഴുങ്ങി വരച്ച പഴശ്ശിരാജിയല്ല MT തൻ്റെ രചനയിൽ കണ്ടെത്തുന്നത്, അത് തൻ്റെ ചിന്തയിൽ കണ്ടെത്തുന്നത്. ആ രീതിയിലുള്ള ഒരു ഇതാണ് അദ്ദേഹത്തിന്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പലതിലും കണ്ടിട്ടുള്ള ഒരു കഥകളിയോടുള്ള ഒരു സമീപനം. കഥകളി എന്നുള്ളത് എവിടേക്കോ അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പല രണ്ടാം മൂഴത്തിൽ കഥകളി പലപ്പോഴും കടന്നു വരുന്നുണ്ട്. നാലുകെട്ടിലുണ്ട്, കാലക്കലുണ്ട്, അവിടുത്തെ രംഗം എന്നുള്ള സിനിമ തന്നെ കഥകളിയുടെ പ്രമേയമാണ്. അങ്ങനെ പരിണയം എന്നുള്ള സിനിമ, ഈ സിനിമകളിലൊക്കെ അപ്പോൾ താൻ കണ്ടത് അല്ലെങ്കിൽ താൻ ശീലിച്ചത്, താൻ ചെറുപ്പം തൊട്ടേ കണ്ട അതെല്ലാ പ്രതീകങ്ങളൊക്കെ തൻ്റെ എഴുത്തിലും വരുന്ന രീതിയിൽ വളരെ കൃത്യമായി എഴുതുന്ന ഒരു വ്യക്തിയാണ് MT. ആ രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ രചനകൾ പോയിട്ടുള്ളത്. അപ്പം നിർമ്മാല്യം പോലുള്ള ഒരു ആദ്യ സിനിമാ രംഗത്ത് ആദ്യ കൈവയ്ക്കൽ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അത് നിർമ്മാല്യമാണ് സംവിധാനം ചെയ്യുന്നത്. ആ നിർമ്മാല്യത്തിനെ പറ്റി തന്നെ MT പറയുന്ന കാര്യമുണ്ട്, ആ നിർമ്മാല്യം എനിക്ക് ഇന്ന് എടുക്കാൻ പറ്റുമോ എന്നുള്ള ചോദ്യം. അദ്ദേഹം പറയുന്നത്, ഇന്നായിരുന്നെങ്കിൽ നിർമ്മാല്യം പോലുള്ള സിനിമ എനിക്ക് ചെയ്യാൻ സാധിക്കുമായിരുന്നോ എന്നാണ് ഒരിക്കലും അഭിമുഖത്തിൽ MT ചോദിച്ചത്. കാരണം നിർമ്മാല്യം ഇറങ്ങിയ 1973 ഈ കാലം. ഇന്ന് പലവിധ സമ്മർദ്ദങ്ങൾ, ജാതിമത പേക്കൂത്തുകൾ അരങ്ങേറുന്ന ഒരു കലുഷിത അവസ്ഥയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ ഏത് ഭക്ഷണം കഴിക്കണം, ഏത് സിനിമ കാണണം, ആരെ പ്രണയിക്കണം, ആരോട് സംസാരിക്കണം, ഏത് പുസ്തകം വായിക്കണം, ഏത് സിനിമ കാണണം, ഏത് പാട്ട് എഴുതണം, ഏത് പാട്ട് കേൾക്കണം എന്നുള്ള കാര്യത്തിലൊക്കെ നിയന്ത്രണങ്ങൾ വരുമ്പോൾ ഇന്ന് തൻ്റെ ജീവിത വ്യഥയിൽ വിഷമം കൂട്ടി ദൈവത്തെ പോലും ശപിക്കുന്ന ഒരു വെളിച്ചപ്പാട് ഇന്നത്തെ കാലത്ത് നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല എന്നുള്ള സത്യമാണ്. അപ്പോൾ അതാണ് MTയുടെ ഒരു രചന. ഓരോ രചനയും ശീലിക്കും. ഒരുപക്ഷെ MT അത് നിർമ്മാല്യം എടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള സങ്കല്പങ്ങളായിട്ട് എടുത്താണെന്ന് എനിക്ക് തോന്നുന്നില്ല. MT അന്നത്തെ കാലഘട്ടത്തിൽ തോന്നിയിട്ടുള്ള അന്നത്തെ പല വെളിച്ചപ്പാടുകളുടെയും ഹൃദയകഥ തൻ്റെ രീതിയിൽ അവതരിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അത് ഇന്ന് കാലം മാറിയപ്പോൾ നമുക്കുള്ള അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് പല വിലക്കുകൾ വരുമ്പോഴാണ് നിർമ്മാല്യം ഇന്ന് അപ്രാപ്യമാണെന്ന് തോന്നൽ വരുന്നത്. ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ നിളാനദി, ഈ നിളാനദി എന്നും MTക്ക് ഏറ്റവും അടുത്തു നിന്ന ഒരു ബിംബമായിരുന്നു. കാരണം കുട്ടിക്കാലത്തെ മനോഹര നിമിഷങ്ങൾ സംഭവിച്ചതിൽ നിളാനദിയുടെ പങ്ക് MT എല്ലാ കാലത്തും പലതിലും പറഞ്ഞിട്ടുണ്ട്. ഈ തൻ്റെ കൂടല്ലൂരിലെ മാടത്ത് തെക്കേപ്പാട്ട് തറവാടോട് ചേർന്നുള്ള അശ്വതി ഭവനത്തിൽ ഇരുന്നായിരുന്നു MTയുടെ കഥകൾ എന്ന് MT തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതിൽ അദ്ദേഹത്തിന് ഒരിക്കൽ എഴുതിയിട്ടുണ്ട്, അശ്വതിയിൽ ഇരുന്നാൽ എനിക്ക് നിള കാണാം, കടവ് കാണാം, ഓളങ്ങൾ കാണാം, നന്നായി എഴുതാൻ. ഇതാണ് MT എപ്പോഴും എഴുതാനുള്ള പ്രേരണ നൽകിയ നിളയെപ്പറ്റി ഒരുപാട് നല്ല കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അറിയാത്ത ആഴങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന സമുദ്രങ്ങളെക്കാൾ അറിയുന്ന എൻ്റെ നിളാനദിയാണ് എനിക്കിഷ്ടം എന്ന് പലകുറി MT തൻ്റെ പല കാര്യങ്ങളിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ കാലത്തിലെ സേതുവായാലും തുമ്പപ്പൂതിലുള്ള സുഹൃത്തിയുടെയും മാത്രം കഥയല്ല, മലവെള്ളം സ്വപ്നം കണ്ട പുഴയുടെ ഒഴുക്കിൻ്റേത് കൂടിയാണ്. അതുപോലെ തന്നെ കാലത്തിൻ്റെ ആദ്യ അധ്യായത്തിൽ നാട്ടുവഴിയിലേക്ക് കയറുമ്പോൾ പുഴയുടെ വിറുപുറുപ്പ് അടുത്തെത്തുന്നുണ്ട്. അതെല്ലാം ഈ നിളാനദി അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടാക്കിയിട്ടുള്ള അതിന് രണങ്ങളുടെ ഒരു ഇതാണ്. പക്ഷേ അതോടൊപ്പം തന്നെ നിളാനദി നശിക്കുന്നതിലുള്ള വിഷമവും അതുകൊണ്ടാണ് അദ്ദേഹം കൂടാതിൽ നിന്ന് മാറി താമസിക്കാൻ കാരണമെന്ന് പോലും MT പറഞ്ഞിട്ടുണ്ട്, നിള നശിക്കുന്ന വിഷമം. അപ്പോൾ അങ്ങനെ ഒരു MTയുടെ കഥകളിൽ പലപ്പോഴും അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യമുള്ളത് MT കഥ എഴുതുന്നു, കവിത എഴുതുന്നു, അല്ലെങ്കിൽ നോവൽ എഴുതുന്നു എന്നല്ല, അപ്പുറത്ത് എഴുതുന്നവരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്രതിബദ്ധത അദ്ദേഹം പുലർത്തുന്നു. അദ്ദേഹം മാതൃഭൂമി പത്രാധിപരായി ഇപ്പോൾ അടുത്ത് MT മരിച്ചപ്പോൾ NS മാധവനും സേതുവൊക്കെ പറഞ്ഞ കാര്യമുണ്ട്, ഒരുപക്ഷെ MT ഇല്ലെങ്കിൽ ഞങ്ങളില്ല. അവരുടെ എഴുത്തിനെ പ്രോത്സാഹിപ്പിച്ച് ലോകമറിയുന്ന സാഹിത്യകാരന്മാരായി NS മാധവനും സേതു അടക്കം വളർന്നിട്ടുണ്ടെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട കാര്യം MT ആയിരുന്നു. അതാണ് MT എന്നുള്ള സ്വന്തം തട്ടകം വളരെ ഉയർത്തണമെന്ന് മാത്രമല്ല, ഈ സാഹിത്യം അറിയുന്നവരെ എല്ലാം ചേർത്ത് വച്ചിട്ട് മലയാള ഭാഷയെ
കൃത്യമായിട്ട് പ്രോത്സാഹിപ്പിക്കണം എന്നും കൃത്യമായിട്ട് ധാരണ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു MT. അതുപോലെ തന്നെ ഈ അദ്ദേഹത്തിൻ്റെ രചനകളിൽ എത്ര രചനകളാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനം പറയുന്ന നോവലിനേക്കാൾ കൂടുതൽ കഥകളാണ്. കഥകളിലൂടെയാണ് MT ലോകം അറിയുന്നത്. ഈ ഇരുട്ടിൻ്റെ ആത്മാവ്, വളർത്തുമൃഗങ്ങൾ എന്നുള്ള കൃതിക്കാണ് അദ്ദേഹത്തിന് ആദ്യമായിട്ട് മാതൃഭൂമി അവാർഡ് കിട്ടുന്നത്. വളർത്തുമൃഗങ്ങൾ, ഓളവും തീരവും, ഇരുട്ടിൻ്റെ ആത്മാവ്, ബന്ധനം, ഓപ്പോൾ എന്നുള്ള സിനിമയും പറഞ്ഞിട്ടുണ്ട്. വാനപ്രസ്ഥം സിനിമയാണ്. കളിവീട്, രക്തം പുരണ്ട മൺതരികൾ, കുപ്പായം എന്നിങ്ങനെ ഒരുപാട് കഥകൾ. അതെല്ലാം നമ്മുടെ മനസ്സിലൂടെ നമ്മൾ കണ്ടു മറന്ന കഥാപാത്രങ്ങളാണോ എന്ന് തോന്നുന്ന രീതിയിലുള്ള കഥാപാത്രങ്ങൾ എടുത്തുകൊണ്ട് എഴുതിയ കഥകൾ. അതുപോലെ തന്നെ നാലുകെട്ട്, കാലം, മഞ്ഞ്, അസുരവിത്ത്, വാരാണസി എന്നുള്ള നോവലുകൾ. വാരാണസിയാണ് ഈ അവസാനം അദ്ദേഹത്തിൻ്റെ നോവലായിട്ട് വരുന്നത്. മഞ്ഞൊക്കെ ഒരുപക്ഷെ എനിക്ക് മഞ്ഞിൻ്റെ ഒരു സുഖം അനുഭവപ്പെട്ടത് ഞാൻ നൈനിതാളിൽ പോയപ്പോൾ. നൈനിതാളിൽ പോയി ഇപ്പോൾ ഞാനും വിമലയിലൊക്കെ ഉണ്ട്. അപ്പോൾ നൈനിതാളിൽ അപ്പോൾ എവിടേക്കോ നമ്മൾ അന്ന് ഒരു പക്ഷെ നാട്ടിൽ അന്ന് മഞ്ഞ് വായിക്കുമ്പോൾ ആ വികാരം വന്നില്ല. പക്ഷെ ഇവിടെ വന്ന് അത് നോക്കുമ്പോൾ കൃത്യമായിട്ട് അതാണ് ഞാൻ മൂന്തനൊക്കെ നമ്മളിൽ കണക്ട് ചെയ്ത മാതിരി MT കണക്ട് ചെയ്യാത്തത് അത് അനുഭവമില്ലാത്തതുകൊണ്ട്. ഇപ്പോൾ പുതിയ പിള്ളേരുടെ ഒക്കെ കുറച്ച് ഇപ്പോൾ ചേതൻ ഭഗത്തും അരവിന്ദ് അടിയും ഒക്കെ പെട്ടെന്ന് വായിക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടുന്ന അവരുടെ ഇന്നത്തെ ജീവിതമായിട്ട് അവരുടെ ലൈഫായിട്ട് കണക്ട് ചെയ്യുന്നതുകൊണ്ടാണ്. MTയുടേതായ കൂടുതലുള്ള വീട്ടിൽ നിന്ന് കഥ എഴുതുമ്പോൾ അത് MTയുടെ മനസ്സിനെയാണ്, അല്ലെങ്കിൽ MTയുടെ മനസ്സ് തോന്നുന്നില്ല. ഇത് ഒരു പക്ഷേ നമ്മൾ കണക്ട് ചെയ്ത് അപ്പോൾ നമുക്ക് ഒരു പക്ഷേ വിജയനും മൂന്തനൊക്കെ നമ്മൾ കൂടുതൽ കണക്ട് ചെയ്ത് കാണാം. അപ്പോൾ ആ ഒരു സംഭവമുണ്ട്. പക്ഷെ മഞ്ഞൊക്കെ പിന്നീട് മനസ്സിലായി ഇതാണ് ശരിയായിട്ടുള്ള ഒരു സംഭവമുള്ളത്. ഇത് മാത്രമല്ല, തിരക്കഥകൾ എന്ന് പറഞ്ഞു ഒരുപാട് തിരക്കഥകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇപ്പം സതയം പോലുള്ള, മൃദംഗമയ പോലുള്ള തിരക്കഥകളൊക്കെ മറ്റേ മോഹൻ ഇതൊക്കെ ഉള്ളതാണ്. ബാലയ്ക്കെന്നുള്ള സിനിമ, ആദ്യത്തെ സിനിമ ഓപ്പോളൊക്കെ അവാർഡ് കിട്ടിയത്. ഇടയോടയിലെ പൂച്ച, പിണ്ടാപ്പൂച്ച, ആൾക്കൂട്ടത്തിൽ തനിയെ, അത് നല്ലൊരു ആൾക്കൂട്ടത്തിൽ തനിയെ പോലുള്ള നല്ല സ്ട്രോങ് ആയിട്ട് തിരക്കഥകൾ, കടവടക്കം നിൽക്കുന്ന സിനിമ സംവിധാനങ്ങൾ ഒക്കെ അദ്ദേഹത്തിൻ്റെ ബഹുമുഖ പ്രതിഭയാണ് അദ്ദേഹത്തിൻ്റെ ഇത് കാണിക്കുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ MTയുടെ ഏറ്റവും വലിയൊരു ഗുണം നോക്കിയത് ഞാൻ ഈ MTയെ പറ്റി എൻസൈക്ലോപീഡിയല്ല, പക്ഷേ MTയെ പറ്റി ഞാനറിഞ്ഞ കാര്യങ്ങൾ MTയിൽ നമുക്ക് പഠിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്നുള്ള നിലയ്ക്കാണ്. MT ഒരു നല്ല എഴുത്തുകാരനാണ്. അതോടെ വളരെ നല്ല വളർന്ന വായനക്കാരനാണ്. ഈ പോയ തലമുറകളിലെ സാന്നിധ്യവും പ്രേരണയും വർത്തമാനത്തെ കാലത്തിൽ സാഹിത്യത്തിൽ സജീവമായി നിലനിൽക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു എഴുത്തുകാരനായിരുന്നു MT. അതൊരു ആ ഒരു ബോധ്യത്തിൽ നിന്നാണ് അദ്ദേഹം പലപ്പോഴും പലരെ അറിയാനും പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പോൾ തൻ്റെ മുന്നേ നടന്ന എഴുത്തുകാരെ വായിക്കാനും അറിയാനും അദ്ദേഹം എന്നും വ്യഗ്രതമുണ്ട്. ഹെൻറി, ചെക്കോ, മൊപ്പസാൻ, വാട്ടർ സ്കോട്ട്, ഗോർക്കി, ടോൾസ്റ്റോയ്, ഡെസ്റ്റോസ്കി, ഹ്യൂഗോ, DS ലോറൻസ്, ജെയിംസ് ജോബ്, സ്റ്റീഫൻ ബാഗ്, ഡോൾ ബെല്ലോ, ഏറ്റവും പറയുന്നത് JD സാലഞ്ചർ, മാർക്കേസ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അദ്ദേഹത്തിനകത്ത് യാത്രാവിവരണം പോലും മാർക്കേസിനോട് ചേർത്ത് വെച്ചിട്ടാണ് ചെയ്തത്. മാർക്കേസ് ഒക്കെ അദ്ദേഹത്തിൻ്റെ സാഹിത്യ സബരയെ അല്ലെങ്കിൽ സാഹിത്യ ലോകത്തിലുള്ള അദ്ദേഹത്തിൻ്റെ യാത്രയിൽ അദ്ദേഹം സ്വാധീനിച്ചിട്ടുള്ള വ്യക്തിയാണ്. അതുപോലെ തന്നെ SK പൊറ്റേക്കാടും ബഷീറും ഒക്കെ കാലൂരും ഇത്തരത്തെ മലയാളത്തിലെ സാഹിത്യകാരും ഒക്കെ അദ്ദേഹം സ്വാധീനിച്ചു. പക്ഷേ അത് പ്രത്യേകത ഇതെല്ലാം വായിച്ച് ആയിരക്കണക്കിന് രചനാശീലങ്ങളുമായിട്ട് അദ്ദേഹം സംഭവിച്ചെങ്കിലും MT തൻ്റെതായ 1001ാമത്തെ ഒരു പാത തിരഞ്ഞെടുക്കുകയും ആ പാതയിലൂടെ സഞ്ചരിക്കുകയും ആ പാത മലയാള സാഹിത്യത്തിന് വ്യക്തമായ ഒരു ധാര ഉണ്ടാക്കി കൊടുക്കുന്ന ഒന്നാക്കി മാറ്റാനും കഴിഞ്ഞു എന്നുള്ളതാണ്. ആ ഒരു ഈ പ്രത്യേകതയാണ് MTയെ ഉണ്ടാക്കുന്നത്. ഒരു പൊന്തക്കാടിൻ്റെ സങ്കീർണതയിൽ നിന്ന് എത്തി നോക്കുന്ന പൂമുട്ടാണ് കഥാബീജം എന്ന് MT പറഞ്ഞിട്ടുണ്ട്. ആ കാടും പടലവും വെട്ടി നീക്കി പാശ്ചാത്തല ഭംഗിക്ക് ആവശ്യമായ ചെടിപ്പറപ്പുകൾ മാത്രം നിർത്തി പൂമുട്ടിനെ വികസിച്ചെടുക്കലാണ് കല എന്നാണ് കാഥികന്റെ മണിപ്പുര എന്നുള്ള അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ MT പറയുന്നത്. അപ്പോൾ അത് ഈ കൂടല്ലൂരും ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ ഈ വേറൊരു പ്രത്യേകത അദ്ദേഹത്തിന് തോന്നിയിട്ടുള്ളത് ഈ ഒരു കഥാകാരൻ എന്നുള്ള നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെത് ഒരു സിനിമാ രംഗത്ത് അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ, അതുപോലെ തന്നെ തിരക്കഥാകൃത്ത് എന്നുള്ള നിലയിൽ അദ്ദേഹം സംഭാവന, അതോടൊപ്പം തന്നെ MTയുടെ ബഹുമുഖ പ്രതിഭയ്ക്ക് ഉദാഹരണമാണ് അദ്ദേഹത്തിൻ്റെ കൃത്യമായിട്ടുള്ള സാമൂഹ്യ വീക്ഷണങ്ങൾ. അത് വളരെ കൃത്യമായി തന്നെ MT പല അവസരത്തിലും ഞാൻ മുമ്പ് നിർമ്മാണത്തിലെ കാര്യം പറഞ്ഞ പോലെ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്.
ഒരു പക്ഷേ ചോദിച്ചത് ഹിന്ദി ഏറ്റവും ഒടുവിൽ ഹിന്ദി രാഷ്ട്രഭാഷ ആക്കണം എന്നുള്ള ഒരു തീരുമാനം പാർലമെന്റിൽ വന്നപ്പോൾ അതിൻ്റെ ഒരുപാട് ചർച്ചകൾ വന്നപ്പോൾ വളരെ കൃത്യമായി കേരളത്തിൽ അതിനെ വിമർശിച്ചിട്ടുള്ള ആളായിരുന്നു ഹിന്ദി. ഇതൊരു ഏകാധിപത്യപരമായിട്ടുള്ള നടപടിയാണ് എന്നുള്ളതും ഒരുപാട് ഭാഷകൾ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്, അവയെല്ലാം സംരക്ഷിക്കപ്പെടണം എന്നുള്ള കാര്യം ഊന്നി പറഞ്ഞ ആളാണ് ഹിന്ദി. അതോടൊപ്പം തന്നെ കസഖിസ്ഥാൻ പോലുള്ള രാജ്യങ്ങൾ ഭാഷയോടുള്ള അവഗണന മാത്രം തകർന്നതിൻ്റെ ചിത്രങ്ങൾ, കസഖിസ്ഥാനൊക്കെ തകരാൻ ഒരു കാരണം ഭാഷയാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ തമിഴിലും തെലുങ്കിലും മലയാളത്തിലും അടക്കം ഭാഷാടിസ്ഥാനത്തിൽ സർവകലാശാലകളുണ്ട്. പ്രാദേശിക ഭാഷയും സംസ്കാരവും എല്ലാം ഇത്രയും വികസിച്ചു വരുന്ന സാഹചര്യങ്ങളിൽ രാജ്യത്ത് ഐക്യമുണ്ടാവാൻ ഹിന്ദി ഭാഷയ്ക്ക് കഴിയുമെന്ന വാദത്തെ അദ്ദേഹം ശക്തമായി എതിർത്തിരുന്നു. അത് നമ്മൾ കൃത്യമാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വർഗീയതയ്ക്കുള്ള വീക്ഷണം, അദ്ദേഹം ആ മഹാമാരി സമയത്ത് പറഞ്ഞാൽ മഹാമാരി വ്യാപിക്കുന്ന കാലമാണിത്, ശാന്തമായി ആലോചിക്കാൻ, ജോലി ചെയ്യാൻ, എഴുതാൻ പ്രയാസമുണ്ട്, സമൂഹത്തിൻ്റെ സ്ഥിതി മോശമാണ്, ശാന്തമാവാൻ കാത്തിരിക്കുകയാണ് ഞാൻ, വർഗീയത പടരുന്ന കാലമാണ്, ജാതി മത ഭേദമന്യേ സൗഹൃദത്തിൻ്റെ കാലമുണ്ടായിരുന്നു, ഇന്ന് അതില്ലെന്നും അതിൽ ദുഃഖമുണ്ടെന്നും എം പി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ എം പിക്ക് ഏറ്റവും കോൺട്രവേഴ്സിയായിരുന്നു ശരിക്കും നോട്ട് നിരോധന സമയത്ത് അത് തൊക്കൽ പരിഷ്കാരമാണ് എന്ന് ഇപ്പോഴും പട്ടിണി പാവങ്ങളുടെ ഇടയിൽ ഇലക്ട്രോണിക് പ്ലാസ്റ്റിക് മണിയുടെ കാര്യം പറയുന്നത് എന്തുകൊണ്ടാണ് മനസ്സിലാകുന്നതെന്ന് പറഞ്ഞ എം ടി. അപ്പോൾ ആ ഇതിലൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ എം ടി രസകരമായിട്ടുള്ളൊരു ഇതുണ്ട്, ദൈവമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് എം ടി പറയുന്ന കാര്യമുണ്ട്. എനിക്ക് ദൈവമുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, പക്ഷേ അദ്ദേഹത്തിൻ്റെ എന്താണ് കൊടിക്കുന്നത് തക്കവയിൽ അമ്മയുണ്ട്, വേറെ ദൈവമൊന്നും ഇല്ലെങ്കിലും എൻ്റെ കൊടുക്കലത്തുള്ള അമ്മ അവിടെയുണ്ട്, എല്ലാത്തിനും ശക്തി അദ്ദേഹമാണെന്ന് വിശ്വസിക്കുക. അദ്ദേഹത്തിൻ്റെ ആ ദൈവിക സങ്കല്പം പോലും അദ്ദേഹം ഒന്നും നിരാകരിക്കുന്നില്ല, ദൈവം ഉണ്ടെന്നും പറയുന്നില്ലെന്നും പറഞ്ഞു. പക്ഷെ ഒരു അദ്ദേഹം പറയുന്നത് ഇതിൻ്റെ എല്ലാത്തിനും ഉപരിയായിട്ട് ശക്തി ഉണ്ട് എന്ന് ആരും വിശ്വസിക്കുകയാണെങ്കിൽ വിശ്വസിച്ചോട്ടെ, അതിൽ അപകടമൊന്നുമില്ലല്ലോ. പക്ഷെ എനിക്ക് എന്തായാലും വേറെ ദൈവത്തിൻ്റെ കാര്യം അറിയില്ല, കൊടുക്കലത്ത് അമ്മയുണ്ട് എന്ന് പലപ്പോഴും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വളരെ കൃത്യമായി കാര്യങ്ങൾ നോക്കിക്കണ്ട അവതരിപ്പിച്ച സമൂഹത്തോട് സംവദിച്ച ഒരു വ്യക്തിയാണ്. ഇനിയിപ്പോൾ ഈ അദ്ദേഹത്തിൻ്റെ കഥകളിൽ നമുക്ക് പറഞ്ഞു വയ്ക്കാം. ഒരുപക്ഷെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്ന ആഗോള സമസ്യകൾ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ കഥകൾ ഉണ്ടാവില്ല. ഒരുപക്ഷെ നമ്മളെപ്പോലുള്ള ആളുകൾ അദ്ദേഹത്തോട് സംസാരിക്കുക അല്ലെങ്കിൽ അദ്ദേഹത്തോട് കണക്ട് ചെയ്യാൻ പറ്റാത്തത് അന്ന് പൂന്തിനും ചുള്ളിക്കാടും ഒക്കെ കണ്ടുന്ന കടമ്പനിട്ടൊക്കെ ഇറങ്ങി സഞ്ചരിച്ച വഴിയിലൂടെ അല്ല ഒരിക്കലും എം ടി സംസാരിച്ചിരുന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ പല കഥകളിലും അത് ഒളിഞ്ഞും തെളിഞ്ഞ് നമുക്ക് കാണാം, വായിച്ചെടുക്കാൻ കഴിയും. വാനപ്രസ്ഥം, ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ, സുഹൃതം, ഷെർലക്, പെരുമഴയുടെ പിറ്റേന്ന്, കുടുകണ്ണാവ, ശിലാലിഖിതം, കാഴ്ച തുടങ്ങിയ കഥകളൊക്കെ. അപ്പോൾ കാഴ്ചയിലൊക്കെ അതിശക്തമായ ഒരു ഫെമിനിസത്തിൻ്റെ ഒരു രൂപം വരുന്ന ഒരു പക്ഷേ ഫെമിനിസം എന്നുള്ള ഒരു ഇസമായി വളരാത്ത കാലത്ത് പോലും ഈ ഒരു ഫെമിനിസത്തിൻ്റെ ഒരു കൃത്യമായിട്ടുള്ള അവതരണം ചെയ്ത കഥയാണ് കാഴ്ചയൊക്കെ. അപ്പോൾ അത്തരം ഈ കൃത്യമായിട്ടുള്ള കഥകൾ എഴുതിയിട്ടുള്ള ഒരു രചയിതാവും കൂടിയാണ് എം ടി. ലീലാവതി പറയുന്നുണ്ട്, എം ലീലാവതി, ഉണ്മയിലേക്ക് നോട്ടം പായിച്ച് സാധാരണ മനുഷ്യരുടെ കഥ പറയുന്നതിലെ അന്തർദീപ്തിയാണ് എം ടിയുടെ കഥകളുടെ കരുത്ത് എന്ന് എം ലീലാവതി പറഞ്ഞത് ഓർമ്മയുണ്ട്. അപ്പോൾ ഈ കഥകൾ ആത്മാവിൽ നിന്ന് ഒഴുകുമ്പോൾ കവിതയാകുന്നു എന്ന സത്യം അന്വർത്ഥമാക്കിയ നോവലാണ് മഞ്ഞ് എന്ന് പറഞ്ഞു. മഞ്ഞ് വീണ്ടും വളരെ വൈകിട്ടാണ് മഞ്ഞ് രണ്ടാമത് വായിക്കുന്നത്. അപ്പോഴാണ് മഞ്ഞ് മനസ്സിലാക്കുന്നത് വരും വരാതിരിക്കില്ല എന്ന വിമലയുടെ കാത്തിരിപ്പിനെ മലയാള യൗവനം നെഞ്ചിലേറ്റി, പ്രത്യേകിച്ച് ഡൽഹിയിൽ വരുന്ന നമ്മളൊക്കെ നെഞ്ചിലേറ്റി. അതുപോലത്തെ ഈ അന്ന് അതിൽ തന്നെ ജനങ്ങളുടെ അതിപ്രസരം വരും മുമ്പേ, ഇസങ്ങളുടെ അതിപ്രസരം വരും മുമ്പേ രചിച്ച ഈ നോവൽ പരിസ്ഥിതി സ്ത്രീപക്ഷ പരിപ്രേക്ഷ്യത്തിലും പിതൃമേധാവിത്വ പരിപ്രേക്ഷ്യത്തിലുമൊക്കെയുള്ള വായനകൾക്കും ഇടം നൽകുന്നുണ്ട്. അതുകൊണ്ട് മഞ്ഞിൻ്റെ ചെറിയൊരു പുസ്തകമാണെങ്കിലും വലിയ ചിന്തകൾക്ക് മഞ്ഞ് വലിയ ഒരു വഴിയായിട്ട് അദ്ദേഹത്തിൻ്റെ രചനാ ശൈലിയുടെ പ്രത്യേകതയാണ്. അപ്പോൾ എം ടി പറയുന്ന ഒരു കാര്യമുണ്ട്, വാക്കുകൾക്ക് നിഘണ്ടുവിൽ കാണുന്നതിനേക്കാൾ കൂടുതൽ അർത്ഥം നൽകുന്നതിലാണ് എഴുത്തുകാരൻ്റെ വൈദഗ്ധ്യം. അത് ഊഷരമാകരുത്. പറഞ്ഞു നിർത്തിയിടത്തിനപ്പുറത്തുള്ള നിശബ്ദത അനുവാചകന്റെ മനസ്സിൽ ഇരമ്പണമെങ്കിൽ പുത്തൻ നാണയങ്ങൾ പോലെ ശോഭിക്കുന്ന വാക്കുകൾ തൻ്റെ കയ്യിൽ വരാനാണ് കഥാകാരൻ എന്നും പ്രാർത്ഥിക്കുന്നത്. അതാണ് എം ടിയുടെ രചനയുടെ അദ്ദേഹം പുലർത്തുന്ന, അദ്ദേഹത്തെ അപ്രോച്ച് ചെയ്യുന്ന, അദ്ദേഹം സമീപിക്കുന്ന രീതി. അത് എഴുതാപ്പുറങ്ങളിൽ കഥികൻ്റെ പണിപ്പുരയിൽ അദ്ദേഹം പറയുന്ന കാര്യമുണ്ട്. അപ്പോൾ
MT ഈ പറഞ്ഞ പോലെ തന്നെ എഴുത്തുകാരൻ, സിനിമാക്കാരൻ, യാത്രാവിവരണം, ബാലസാഹിത്യം എന്നുള്ള രംഗത്തിലൊക്കെ നല്ല സാമൂഹ്യ പ്രസക്തിയുള്ള സാമൂഹിക പ്രതിബദ്ധതയുള്ള സാംസ്കാരിക നേതാവ്, തുഞ്ചൻപറമ്പിനെ വളർച്ചയുടെ പുതിയ ആകാശത്തേക്ക് എത്തിച്ച കൃത്യമായ സാംസ്കാരിക വീക്ഷണമുള്ള പ്രവർത്തനം, അങ്ങനെയുള്ള ബഹുമുഖ പ്രതിഭയാണ് MT പറഞ്ഞത്. എനിക്ക് ഏറ്റവും വലുത് എഴുത്ത് തന്നെ. ഒരു വാക്കിന് മീതെ മറ്റൊരു വാക്ക് വയ്ക്കുന്നു, അതിന് മീതെ വേറൊന്ന്, അങ്ങനെ ഒരു വാചകം എഴുതുന്നു, കൊള്ളാമെന്ന് തോന്നുന്ന ഒരു വാചകം. ആ നിമിഷം എഴുത്തുകാരൻ അനുഭവിക്കുന്ന ആനന്ദത്തിന് തുല്യമല്ല ഒരു സമ്പത്തും. അങ്ങനെയുള്ള ഒരുപാട് സമ്പത്തുകൾ മലയാള സാഹിത്യത്തിലേക്ക് നൽകി നമ്മളെ വിട്ടുതിരിഞ്ഞ ഒരു രചയിതാവാണ് MT. വളർത്തുമൃഗങ്ങൾ എഴുതുമ്പോൾ ഒരു പയ്യനായിരുന്ന MT പിന്നീട് വായനയുടെ, സാഹിത്യത്തിൻ്റെ ഉത്തുംഗശൃംഗങ്ങൾ, അറിവിൻ്റെ ജ്ഞാനപീഠം തന്നെ കയറി മലയാളിയെ, അല്ലെങ്കിൽ മലയാളത്തെ ലോകത്തിൻ്റെ ഒരു നെറുകിലേക്ക് എത്തിക്കുക, മലയാളിക്ക് മലയാളത്തിന് അഭിമാനമായി എന്നും വാക്കുകളിലോടത്താലും ശേഷിക്കുന്ന ഒരു വ്യക്തിയായി വളർന്ന MTയുടെ മുന്നിൽ ഞാൻ ശിരസ് നമിക്കുന്നു. അദ്ദേഹത്തിന് ഓർമ്മ ശിരസ് നമിക്കുന്നു. ഈ അവസരം തന്നതിലും നന്ദി. എനിക്ക് തോന്നിയിട്ടുള്ള ചില കാര്യങ്ങൾ, സ്കാറ്റേഡ് തോട്ട്സ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തത് മാത്രമേ ഉള്ളൂ. as I told you, I am not an encyclopedia of MT. അപ്പോൾ അത് that's all. അപ്പോൾ MTയെ കുറിച്ച് വളരെ വിശദമായിട്ട് തന്നെ ശശിയേട്ടൻ സംസാരിക്കുകയുണ്ടായി. നമ്മുടെ മലയാളം ക്ലാസ്സിലെ കുട്ടികളുടെ അടുത്ത് കൂടെ നമ്മൾ MTയെ കുറിച്ച് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിരുന്നു. MTയെ കുറിച്ച് അറിയാനും കൂടുതൽ മനസ്സിലാക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ ക്ലാസ്സിലൊരു കുട്ടിയായ ജോന അതിനെക്കുറിച്ച് പ്രിപ്പയർ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ അത് അവതരിപ്പിക്കാൻ വേണ്ടി ജോനെ വിളിക്കുകയാണ്. നമസ്കാരം. ഇന്ന് ഞാൻ MT വാസുദേവൻ നായർ എന്ന മഹാപ്രതിഭയെക്കുറിച്ച് കുറച്ച് വാക്കുകൾ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. MT വാസുദേവൻ നായർ നോവലിസ്റ്റ്, തിരക്കഥാകൃത്ത്, ചലച്ചിത്ര സംവിധായകൻ, സാഹിത്യകാരൻ, നാടകകൃത്ത് എന്നീ നിലകളിൽ പ്രശസ്തനായ മലയാളിയായിരുന്ന മാടത്ത് തെക്കേപ്പാട്ട് വാസുദേവൻ നാരായണൻ നായർ എന്ന MT വാസുദേവൻ നായർ. ജനനം 1933 ജൂലൈ 15 പാലക്കാട് ജില്ലയിലെ കൂടലൂരിൽ. മലയാള സാഹിത്യത്തിലും ചലച്ചിത്ര രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ച ഇദ്ദേഹം MT എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നു. അധ്യാപകൻ, പത്രാധിപൻ എന്നീ നിലകളിലും പ്രവർത്തിച്ച ഇദ്ദേഹത്തിന് പത്മഭൂഷൺ, ജ്ഞാനപീഠം, എഴുത്തച്ഛൻ പുരസ്കാരം, JC ഡാനിയൽ പുരസ്കാരം, പ്രഥമ കേരള ജ്യോതി പുരസ്കാരം തുടങ്ങിയവ ലഭിച്ചിട്ടുണ്ട്. സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് തന്നെ സാഹിത്യ രചന ഇദ്ദേഹം തുടങ്ങി. 1954 ന്യൂയോർക്ക് ഹെറാൾഡ് ട്രിബ്യൂൺ സംഘടിപ്പിച്ച ലോക ചെറുകഥാ മത്സരത്തിന്റെ ഭാഗമായി കേരളത്തിൽ മാതൃഭൂമി നടത്തിയ കഥാമത്സരത്തിൽ MTയുടെ വളർത്തുമൃഗങ്ങൾ എന്ന കഥ 1ാം സ്ഥാനം നേടി. ഇതോടെയാണ് മലയാള സാഹിത്യത്തിൽ ഇദ്ദേഹം ശ്രദ്ധേയനായി തീർന്നത്. ആദ്യമായി പുസ്തക രൂപത്തിൽ ഇദ്ദേഹത്തിന്റെ കഥ നോവൽ 4 കെട്ടാണ് പ്രസിദ്ധീകരിച്ചത്. 1963 മുതൽ 64 വരെയുള്ള കാലത്ത് സ്വന്തം കഥയായ മുറപ്പെണ്ണ് തിരക്കഥയായി എഴുതി MT ചലച്ചിത്ര ലോകത്തേക്ക് പ്രവേശിച്ചു. 1973 ആദ്യമായി സംവിധാനം ചെയ്ത് നിർമ്മിച്ച നിർമ്മാല്യം എന്ന ചിത്രത്തിന് രാഷ്ട്രപതിയുടെ സ്വർണ്ണ പതകം ലഭിച്ചു. കടവർ, ഒരു വറുക്കൻ വീരഗാഥ, പരിണയം തുടങ്ങിയ ചിത്രങ്ങൾക്ക് ദേശീയ പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. മലയാള സാഹിത്യത്തിന് നൽകിയ അമൂല്യ സംഭാവനകൾ കണക്കിലെടുത്ത് 1996 കാലിക്കറ്റ് സർവകലാശാല ബഹുമാന സൂചകമായി D.Litt ബിരുദം നൽകി ആദരിച്ചു. ഇദ്ദേഹത്തിന് 21 കേരള സർക്കാർ ചലച്ചിത്ര പുരസ്കാരങ്ങളും ലഭിച്ചിട്ടുണ്ട്. പ്രധാന കൃതികൾ 4 കെട്ട്, പാതിരാവും പകൽ വെളിച്ചവും, 2ാം ഊഴം, അറബിപ്പൊന്ന്, അസുരവിത്ത്, മഞ്ഞ്, കാലം തുടങ്ങിയ നോവലുകളും ഒലുവും തീരവും, വാളിക്കൂടി, വെയിലും നിലാവും, കളിവീട് തുടങ്ങിയ ഒട്ടനവധി കഥകളുമുണ്ട്. ഭാരത സർക്കാരിന്റെ പത്മഭൂഷൺ കിട്ടിയ സാഹിത്യപ്രഭ 2024 ഡിസംബർ 25 കാലയവനികയ്ക്കുള്ളിൽ മരണം. നന്ദി. വിശദമായ MTയെ കുറിച്ചുള്ള ഒരു വിസ്മരണമാണ് ഇപ്പോൾ നടന്നത്. അതിൽ നമുക്ക്
ഇനിയൊരു ചർച്ച, അതായത് ഇപ്പോൾ ഒരു എന്തെങ്കിലും, അതായത് എന്തെങ്കിലും ആർക്കെങ്കിലും കൂടുതലായിട്ട് ചർച്ച അല്ല, ചർച്ച ആർക്കെങ്കിലും കൂടുതലായിട്ട് ആഡ് ചെയ്യാനുണ്ടെങ്കിൽ എനിക്ക് കുറച്ച് പറയാനുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗിക്കണം, മുന്നോട്ട് വരണം. നാലുകെട്ട് തുടങ്ങുന്നത് വളരണം, വളർന്നു വലുതാകണം എന്ന ഒരു വരിയിലൂടെയാണ്. ഞാൻ കേട്ടത് സത്യമാണെന്ന് എനിക്കറിയില്ല. ഒരു അമ്മയും മകനും പാലക്കാട് ഒരു ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് ആ അമ്മയും മകനും ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വന്നവരാണ്. അതിൽ ആ മകൻ, ആ കുട്ടി ഒരു ബുക്ക് സ്റ്റാളിനടുത്ത് ചെന്ന് നിൽക്കുകയും അവിടെ ഇരുന്ന ഒരു ബുക്ക് എടുത്ത് തുറന്നു നോക്കുകയും ചെയ്തു. ആ ബുക്ക് നാലുകെട്ടായിരുന്നു. അതിൻ്റെ തുടക്കം വളരണം, വളർന്നു വലുതാകണം എന്നായിരുന്നു. ആ കുട്ടിയും അമ്മയും ആത്മഹത്യ ചെയ്തില്ല. ആ കുട്ടിയുടെ പേര് ലോഹിതദാസ് എന്നാണ്. ഞാനിത് എവിടെയോ കേട്ടതാണ്, എത്രത്തോളം സത്യമാണെന്ന് എനിക്കറിയില്ല. അപ്പം അതേപോലെ നമ്മളിൽ ഓരോരുത്തർക്കും, അപ്പം ഞാനൊരു വായനക്കാരനെന്നുള്ള നിലയിൽ അതിനെ സമീപിക്കുകയാണെങ്കിൽ ഈ അപ്പുണ്ണിയും അതുപോലെ തന്നെ ഈ ചെറോട്ട് നിലം പിന്നെ കൃഷി ഇറക്കാൻ വേണ്ടി യാചിക്കുന്ന ഗോവിന്ദൻകുട്ടിയും ശരീരത്തിൻ്റെ വൈരൂപ്യം മാറ്റാൻ വേണ്ടി പരിശ്രമിച്ച കുട്ടിയിടത്തിയും അച്യുതൻ നായരുടെ അടികൊണ്ട് പുളയുന്ന പ്രാന്തൻ വേലായുധനും നിങ്ങൾ നിങ്ങളെ മാത്രമേ സ്നേഹിച്ചിട്ടുള്ളൂ എന്ന് വിമല പറഞ്ഞ സേതുവുമൊക്കെ നമുക്ക് തന്നിട്ടുള്ള ഒരു മാനസികമായിട്ടുള്ള പ്രയാസം. അതാണൊരു ഒരു ഒരു ഞാൻ കാണുന്ന ഒരു കലാകാരൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഒരു കഥാപാത്രത്തിന് നമുക്ക് തരുമ്പോൾ, ഇപ്പോൾ ദാസനും അൽഫോൺസാച്ചനും ഒക്കെ നമുക്ക് തന്ന ഒരു വേദന, ഒരു അനുവാചകന് തരുന്ന ഒരു വേദനയാണ് ഒരുപക്ഷെ ആ കഥാകൃത്തിൻ്റെ അല്ലെങ്കിൽ രചയിതാവിൻ്റെ വിജയം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എൻ്റെ അനുഭവം അങ്ങനെയാണ്. കാരണം ഈ കഥാപാത്രങ്ങളൊക്കെ എന്നെ സംബന്ധിച്ചിടത്തോളം, അപ്പുണ്ണിയൊക്കെ ഒരുപാട് നമുക്ക് രാത്രികളിൽ നമ്മൾ അപ്പുണ്ണിയെക്കുറിച്ച് ആലോചിക്കാറുണ്ട്. ഞാൻ കൂടല്ലൂർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ പോയിട്ടില്ല, പക്ഷേ ഈ നരിവാളൻ കുന്നും നിങ്ങളതൊക്കെ വായിച്ചിട്ടുണ്ടായിരിക്കാം ഒരുപക്ഷെ. നരിവാളൻ കുന്നും പിന്നെ പൂമാൻ തോടും കണ്ണാന്തളിപ്പൂവും ഭഗവതി കുടിയിരിക്കണ മച്ചും യൂസുഫിൻ്റെ കടയും ഒക്കെ സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ കൺമുമ്പിലുണ്ട്. അത്രത്തോളം ആ പുസ്തകം നമ്മളെ സ്വാധീനിച്ചിട്ടുണ്ട്. എന്താ ഗ്രാമ ആ ഒരു നിളയുടെ ഒഴുക്കും ഇതെല്ലാം ആ പുള്ളിയുടെ വേദനകളും ഒക്കെ നമ്മൾ ഒരുപാട് മൂത്താച്ചിയുടെ കൊട്ടിലും ഇതൊക്കെ സത്യത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ള പുസ്തകമാണ് നാലുകെട്ട്. ഞാൻ അതിൻ്റെ വലിയ ആരാധനയാണ്. അപ്പം അത് നമുക്ക് തന്നിട്ടുള്ളൊരു വേദന എന്ന് പറഞ്ഞാൽ അതൊരിക്കലും അത് അത്രത്തോളം അതിനെ വായിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാകും. അത് എൻ്റെ ഒരു മഹത്തായ വിജയമാണ്. മാത്രമല്ല ഈ ഒരു വലിയ, നേരത്തെ പറഞ്ഞ പോലെ കൃഷ്ണൻ പറഞ്ഞ പോലെ അദ്ദേഹം കണ്ട കാര്യങ്ങളെയാണ് അദ്ദേഹം വരച്ചിട്ടത്. അല്ലാതെ അദ്ദേഹം കാണാത്ത ഒന്നിനെ കുറിച്ചും അദ്ദേഹം എഴുതിയിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ ഒരു നാടിൻ്റെ അല്ലെങ്കിൽ ഒരു കാലഘട്ടം, അതിൻ്റെ സാമൂഹിക അന്തരീക്ഷത്തിൻ്റെ മാറ്റം, ആ സാമൂഹിക അന്തരീക്ഷങ്ങളുടെ അപജയം, ആ സാമൂഹിക അന്തരീക്ഷങ്ങളുടെ നന്മ, ഇതെല്ലാം നമുക്ക് അദ്ദേഹം വരച്ചിട്ട് തന്നു. സിനിമയിൽ വന്നപ്പോഴും അദ്ദേഹം വരച്ചു കാട്ടിയിട്ടുള്ള ഓരോരോ പുതിയ, അതായത് നേരത്തെ പറഞ്ഞതുപോലെ അന്വേഷണം, ഒരു കലാകാരൻ്റെ ഏറ്റവും വലിയൊരു ഇതാണ് അന്വേഷണം. അത് ആ അന്വേഷണമാണ് ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മഹാഭാരതത്തിനോടുള്ള അന്വേഷണമാണ് ഭീമൻ്റെ ഒരു പുതിയ മുഖം. അതേപോലെ ഈ ചന്തുവിനോട്ടുള്ള അന്വേഷണമാണ് അദ്ദേഹം നമുക്ക് തന്ന ഒരു പുതിയ ചന്തുവിന് ഇങ്ങനെ ഒരു മുഖമുണ്ട് എന്നൊക്കെ നമുക്ക് തന്നത് അദ്ദേഹത്തിൻ്റെ അന്വേഷണങ്ങളാണ്. പിന്നെ പരന്ന വായന, അതൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. പരന്ന വായന, ആ വായന എന്ന് പറഞ്ഞാൽ അതിനൊരു എന്താ പറയുന്നത്, ഈ ഒരിക്കൽ അദ്ദേഹം ആദ്യം വായിച്ചു തുടങ്ങിയത് അക്കിത്തത്തിൻ്റെ വീട്ടിൽ നിന്നാണ് ക്ലാസിക്കുകളെല്ലാം വായിച്ചു തുടങ്ങി. അക്കിത്തത്തിൻ്റെ വീട്ടിൽ നിന്ന് അക്കിത്തത്തിൻ്റെ വീട്ടിൽ പോയി. അക്കിത്തത്തിൻ്റെ വീട്ടിലൊരു വലിയ വായനശാലയുണ്ട്, അതായത് ലൈബ്രറി ഉണ്ട്. അതിൽ നിന്നാണ് അദ്ദേഹം പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിച്ചു തുടങ്ങി. ഒരു ദിവസം ഇങ്ങനെ MT പറയുന്നുണ്ട് അക്കിത്തത്തിനോട്, നമ്പൂതിരി എനിക്ക് കവിത എഴുതാൻ പറ്റിയില്ലല്ലോ എന്ന് പറയുന്നു. അക്കിത്തം ഇങ്ങനെ തട്ടിയിട്ട് പറയുന്നു, വാസു നീ കവിത എഴുതണ്ട, നീ എഴുതിയതെല്ലാം കവിതകളാണ്, ഓരോ വാചകങ്ങളും കവിതകളാണ്. പിന്നെ അദ്ദേഹം ഈ നോട്ട് നിരോധനത്തെ കുറിച്ച് പറഞ്ഞു. ഇനി ഒരു കാര്യം കൂടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഭരണാധികാരികളുടെ പോക്ക് ശരിയല്ലെങ്കിൽ അതും തെറ്റാണ്, അതും ഒരു വിവാദ വിഷയമായൊരു കാര്യമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ എല്ലാ ചെണ്ടയ്ക്കും നമ്മളൊക്കെ എനിക്ക് തോന്നുന്നത് നമ്മളൊക്കെ ഒരു പക്ഷേ അങ്ങനെ ആകേണ്ടി ഇരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ ഈ എല്ലാ
കൊട്ടണ ചെണ്ടയ്ക്ക് മറുപടി പറയണ്ട, ആവശ്യത്തിനുള്ളതിനെ പറഞ്ഞാൽ മതി. അതുകൊണ്ട് ഇത്രത്തോളം മലയാളത്തെ സ്നേഹിച്ച, അതുപോലെ തുഞ്ചൻ പറമ്പിലെ ആ ഒരു കാര്യം ഒരു വലിയ സംഭവമാണ്. വേറെ ഏത് നമുക്കറിയാം, ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലൊക്കെ ഒരുപാട് ആൾക്കാർ പുതിയതായിട്ട് വരിക, അതിൻ്റെ ചെയർമാൻമാരാകുകയും അവരൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തെന്ന് ഭാവിക്കുകയും ചിലർ ചെയ്തിട്ടുമുണ്ട്. പക്ഷേ തുഞ്ചൻ പറമ്പിൽ അദ്ദേഹം ചെയ്ത ആ ഒരു പുണ്യം, നന്മ, അദ്ദേഹം ജീവിച്ചിരിക്കുന്നത് അതായത് ഈ ലോകം ഉള്ളിടത്തോളം കാലം അദ്ദേഹത്തിന് ഓർമ്മിക്കും. ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഈ ഇടയ്ക്ക് ഞാൻ ഈ ചാനൽ ചർച്ചകളൊക്കെ കാണുന്നവരാണ്, നിങ്ങളുമൊക്കെ അത് അറിയണം. നിങ്ങൾ അറിയുമ്പോൾ എന്ന് എനിക്കറിയില്ല. ഒരു ചർച്ച ഉണ്ടായിരുന്നു, അതിലൊരാൾ ചോദിച്ചു, ഒരാൾ പറഞ്ഞതാണ്, ഞാൻ അദ്ദേഹത്തിൻ്റെ മെരിറ്റോ ഡിമെരിറ്റോ ഒന്നും പോണില്ല, തുഞ്ചൻ പറമ്പിൽ തുഞ്ചത്താചാര്യൻ്റെ പ്രതിമ സ്ഥാപിക്കാൻ കഴിയാത്തത് കൊണ്ട് ഈ നാടിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഞാൻ എൻ്റെ മറ്റു കാര്യങ്ങളിലോട്ട് പോകുന്നില്ല, ഒരാൾ പറഞ്ഞതാണ്. ഞാൻ അതിനെക്കുറിച്ച് ഒന്ന് അന്വേഷിച്ചു. അപ്പോൾ എനിക്ക് അതിനകത്ത് കിട്ടിയ വിവരം, തുഞ്ചത്ത് ആചാര്യൻ്റെ ഒരു പ്രതിമ അവിടെ കൊണ്ടുവന്ന് സ്ഥാപിക്കാൻ തീരുമാനിച്ചിരുന്നു. പക്ഷെ ആ പ്രതിമ തുഞ്ചത്താചാര്യനുമായിട്ട് യാതൊരു, അതായത് എം എ ഗോവിന്ദൻ നായരുടെ ഇപ്പോൾ ഒരു പ്രതിമ സ്ഥാപിക്കാൻ കൊണ്ടുവന്നിട്ട് അതുമായിട്ട് ബന്ധമില്ലെന്ന് പറഞ്ഞതുപോലെ തുഞ്ചത്ത് ആചാര്യനുമായിട്ട് ആ പ്രതിമയ്ക്ക് ഒരു ബന്ധമില്ലാത്തത് കൊണ്ട് എം ഡി ആണ് പറഞ്ഞത് അത് അവിടെ സ്ഥാപിക്കരുത്. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഒരു ചാനൽ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നിങ്ങളെ ഇനി കേൾക്കുക, അപ്പം നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും, എം ഡി അങ്ങനെ അല്ല, അദ്ദേഹമാണ് പറഞ്ഞത്. അതായത് തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ പ്രതിമ അവിടെ കൊണ്ടുവന്നു, പക്ഷെ ആ പ്രതിമയും തുഞ്ചത്താചാര്യനുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇപ്പൊ ശശിയേട്ടൻ്റെ പ്രതിമ കൊണ്ടുവന്നത് ആ പ്രതിമ ഇരിക്കുന്ന ശ്രീനിയെ പോലെ ആയിരുന്ന പിന്നെ ആ പ്രതിമയ്ക്ക് ഉപയോഗമല്ലോ, ഞാൻ പച്ച മലയാളം പറയാം. അതുകൊണ്ട് അതവിടെ പിന്നെ വിൽക്കേണ്ടത് പോലെ, അതാണ് അതിൻ്റെ വാസ്തവം. അതേപോലെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അദ്ദേഹം, ഞാൻ ഈ വായിക്കുന്ന കാലഘട്ടത്തിൽ എൻ്റെ അനുഭവങ്ങളേ ഉള്ളൂ, അല്ല എനിക്ക് ഇതുപോലെ ആഴത്തിൽ പഠിച്ചല്ല ഞാൻ പറയുന്നത്, എൻ്റെ അനുഭവങ്ങൾ ഞാൻ പലപ്പോഴും മനസ്സിലൂടെ ആലോചിക്കുന്നുണ്ട്, ഇതിനേക്കാളും നല്ലൊരു എഴുത്തുകാരനൊന്നും ഉണ്ടാകരുത്. കാര്യം എം ജി എന്ന് പറഞ്ഞാൽ അത്രത്തോളം നമ്മൾ അദ്ദേഹത്തിനെ സ്നേഹിച്ചു പോയി. അത് മറ്റൊന്നും കൊണ്ടല്ല, അത് മറ്റൊന്നിപ്പോൾ അദ്ദേഹത്തിന് സിക്സ് പാക്കോ അല്ലെങ്കിൽ സൽമാൻ ഖാനെ പോലെ ശരീരമുള്ളത് കൊണ്ടല്ല, അദ്ദേഹത്തിൻ്റെ എഴുത്ത്. പിന്നെ ഈ വേറൊരു കാര്യം കൂടെ നമ്മൾ പറയുന്നത്, ഈ എഡിറ്റിങ്. അതായത് നിങ്ങളൊരു 5 പേജ് എഴുതിക്കൊണ്ട് വന്നു കഴിഞ്ഞാൽ അതിനെ 2 പാരഗ്രാഫാക്കി അദ്ദേഹം തരും. എഡിറ്റിംഗ് എന്നുള്ളൊരു വലിയ കലയാണ്. നമ്മൾ പറയണ ഈ വളവളാസം അതല്ല, അദ്ദേഹം കാര്യമാത്ര പ്രസക്തമായ രീതിയിൽ അദ്ദേഹം അത് ആ 2 പാരഗ്രാഫിൽ അതിനെ കൊണ്ടുവരും. ഇത് വലിയ കലയാണ്. അതുപോലെ തന്നെ മാതൃഭൂമിയിൽ അദ്ദേഹം ഉണ്ടായിരുന്ന കാലഘട്ടങ്ങളിൽ ആരെല്ലാം കഥകൾ എഴുതിയാലും അശിച്ചൊരു മറുപടി ചെല്ലുക, കഥ പ്രസിദ്ധീകരിച്ചില്ലെങ്കിലും നിങ്ങളുടെ കഥ കണ്ടു കുറച്ച് ഇനിയും നിങ്ങൾ വളരണം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം എഴുതുമായിരുന്നു. അതൊരു വലിയ സർട്ടിഫിക്കറ്റായിട്ട്, പലർക്കും അതൊരു വലിയ സർട്ടിഫിക്കറ്റായിട്ട് അവരുടെ വീടുകളിൽ അത് പിന്നെ സൂക്ഷിച്ചു വയ്ക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ഒരു കുട്ടിയുടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, കുറേയും കൂടെ വേണം. നമ്മൾ എൻ്റെ മോളോടത്ത് ഇങ്ങനെ കേരള സ്കൂളിൽ അവതരിപ്പിക്കണം. ഈ കുട്ടികളുടെ അടുത്ത് പറയാതില്ല, പറഞ്ഞ ഉടനെ ഇവർ യന്ത്രമാവും. എന്താണ് ഇവർ മറ്റേതിൽ കുത്തിയിട്ട്, അല്ല ഞാൻ ആരും കുറ്റം പറയും, എൻ്റെ മോളെ കുറിച്ച് പറയുകയാണ്, ഞാൻ മറ്റേ കുറിച്ച് പറയുകയല്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നീ അങ്ങനെ എഴുതണ്ട, കേരള സ്കൂളിൽ സംസാരിക്കണം. ഞാൻ പറഞ്ഞു, നിന്റെ അടുത്ത് പറഞ്ഞാൽ നീ മറ്റൊരു യന്ത്രമാകും, അത് നിന്നെ ഒരു യന്ത്രമാക്കും. അപ്പോൾ ആ യന്ത്രം പറയുന്നത് കേട്ട് നീ ഒരു യന്ത്രമായിട്ട്, നീ ഒരു യന്ത്രമായി അവിടെ ചെന്ന് നീ കേരള സ്കൂളിൽ ഒരു യന്ത്രമാകും. അത് വേണ്ട, അല്ലാതെ എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ കുറച്ച് കാര്യങ്ങൾ എഴുതി കൊടുത്ത് കുറേയൊക്കെ പറഞ്ഞു. തെറ്റി, ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, തെറ്റിനതിൽ പ്രശ്നമില്ല, യന്ത്രമാവായിരുന്നാൽ മതി. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത്, കുറച്ചുകൂടെ വായിക്കണം, കുറച്ചുകൂടെ പഠിക്കണം, അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വായിക്കണം, അദ്ദേഹത്തിൻ്റെ കഥകൾ വായിക്കണം. പിന്നെ ഒരു ഇത് പറയുകയാണെങ്കിൽ, എം ജി ഒരു പഞ്ഞമാസത്തിൽ ജനിച്ച ഒരാളാണ്. അത് നിങ്ങൾക്ക് അറിയാവോ? അറിയുന്നില്ല. പഞ്ഞമാസത്തിലാണ്, കർക്കിടക മാസത്തിലാണ് എം ജി ജനിച്ചത്. ഈ പഞ്ഞമാസത്തിൽ ജനിച്ച് പഞ്ഞക്കർക്കിടകത്തിൽ ജനിച്ച് മലയാളിയെ പഞ്ഞമില്ലാതെ ഊട്ടിയ മനുഷ്യനാണ്. ഭാഷ കൊണ്ട്, അക്ഷരങ്ങൾ കൊണ്ട് ഊട്ടിയ മനുഷ്യനാണ് എം ജി. പഞ്ഞമാസത്തിലാണ് ജനിച്ചെങ്കിലും പഞ്ഞമില്ലാതെ മലയാളി അക്ഷരങ്ങൾ കൊണ്ട് ഊട്ടിയ ഒരു മഹാപ്രതിഭ. അതിനെ ഇനി നമുക്ക് ചില കാര്യങ്ങളിൽ ചില ആൾക്കാരെ പറയുമ്പോൾ നമുക്ക് ഇനി അപ്പുറമില്ല എന്നൊക്കെ പറയുന്നത് പോലെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരാളാണ് എം ജി. ഈ എന്താ പറയുന്നത്, വളരെ ആലങ്കാരികമായിട്ട് പറയുകയാണെങ്കിൽ, ഈ അക്ഷരങ്ങളായി നമ്മുടെ മലയാളത്തിൻ്റെ പൂമാനത്തിൽ അക്ഷരങ്ങളാകുന്ന നക്ഷത്രങ്ങൾ വാരി വിതറിയ ആ മഹാന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു നമ്മളൊക്കെ അക്കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നതിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട്. സത്യത്തിൽ ആ ഒരു സ്നേഹം കൊണ്ടും ബഹുമാനം കൊണ്ടുമാണ് ഇന്നിവിടെ വരാൻ തോന്നി. ഞാൻ ശ്രീനായിട്ട് സംസാരിച്ചപ്പോൾ ഇന്നാണ് ഈ പരിപാടിയെന്ന് ഞാൻ ശശിയായിട്ട് വരണമെന്ന് കേട്ടാണ് ഞാനിവിടെ എത്തിയത്. എന്തായാലും ഇതിനിവിടെ വരാനും എൻ്റെ കാര്യം, ഞാൻ നാട്ടിലല്ലായിരുന്നു, എൻ്റെ പഠിക്കുന്ന ഇവിടെ നാട്ടിലായിരുന്നെങ്കിൽ എന്തെങ്കിലും പരിപാടികളിൽ പങ്കെടുക്കാമായിരുന്നു. പക്ഷെ അതുകൊണ്ട് തന്നെ എനിക്ക് അദ്ദേഹത്തിന് ഞാൻ കണ്ടിട്ടില്ല, സത്യത്തിൽ കാണാൻ ആഗ്രഹിച്ചിട്ടില്ല. അത് വേറെ സത്യം. കാരണം
അതും കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഇപ്പൊ കാണണമെങ്കിൽ എന്റെ ചൊവ്വാഗ്രഹത്തിൽ ജീവിക്കുന്ന ആളൊന്നുമല്ല. കോഴിക്കോട് പോയി കാണാനൊക്കെ ഉള്ള കഴിവൊക്കെ എനിക്കുണ്ട്, ഞാൻ പോവുകയും ചെയ്തു. പക്ഷേ എന്തോ എനിക്ക് അദ്ദേഹത്തിന് ദൂരെ നിന്ന് കാണുന്നതായിരുന്നു. ഞാനൊരു ദൈവവിശ്വാസിയാണ്, ഞാനൊരു ഈശ്വര വിശ്വാസിയാണ്. അയ്യപ്പന്റെ അടുത്ത് ഞാൻ പോകാറില്ല, ദൂരെ നിന്നേ പ്രാർത്ഥിക്കാറുള്ളൂ. നിങ്ങൾ എത്രത്തോളം വിശ്വസിച്ചെന്ന് എനിക്കറിയാം. എന്ന് പറഞ്ഞതുപോലെ എനിക്കും അദ്ദേഹത്തിന് ദൂരെ നിന്ന് കാണാനായിരുന്നു ആഗ്രഹം, ദൂരെ നിന്ന് അദ്ദേഹത്തിന് ആരാധിക്കാനായിരുന്നു ആഗ്രഹം, ദൂരെ നിന്ന് അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാനും ദൂരെ നിന്ന് അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വായിക്കാനുമായിരുന്നു ഇഷ്ടം. അതുകൊണ്ട് തന്നെ ഞാൻ അദ്ദേഹത്തിനെ കണ്ടിട്ടില്ല. പക്ഷേ എങ്കിലും ഞാൻ പറയുന്നു, ആ അദ്ദേഹം ജീവിച്ച കാലഘട്ടത്തിൽ ജീവിക്കാൻ കഴിഞ്ഞ ചാരിതാർത്ഥ്യത്തോടു കൂടി എം ടി എന്ന മഹാനൻ, എം ടി എന്ന മഹാപ്രതിഭ, കുലപതി, മലയാളത്തിന്റെ കുലപതി, എല്ലാ ആദരാഞ്ജലികളും അർപ്പിച്ചു ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. MT ആദ്യം എഴുതിയപ്പോ MT വാസുദേവൻ കോഴിക്കോടായിരുന്നു, പിന്നെ തെക്കേപ്പാട്ടായി, പിന്നെ വാസു എന്ന് മാത്രമാവും. അവസാനം വാസുദേവൻ നായർക്ക് കൊടുത്തപ്പോൾ എങ്ങനെ പറഞ്ഞ പ്രസിദ്ധീകരിച്ചതിന് ശേഷം വാസുദേവൻ നായരെന്ന് ഞാൻ കൊടുക്കുമ്പോൾ ഞാൻ പ്രായത്തിൽ കൂടുതൽ ഒരാളാണെന്ന് വിചാരിച്ച് പ്രസിദ്ധീകരിച്ചിരിക്കണമെങ്കിലോ എന്ന് വിചാരിച്ചാണ് വാസുദേവൻ നായരെന്ന് പറയുന്നത്. ആർക്കെങ്കിലും MT കുറിച്ച് ഇത് തന്നെ അത് പറഞ്ഞൊരു കാര്യമില്ലേ, അതൊരു കാര്യമില്ല. നിർമ്മാല്യം ഇന്നായിരുന്നെങ്കിൽ 48 ഭാരത പര്യടനം കുട്ടിക്കൃഷ്ണമാരാർ എഴുതിയ ആ ഭാരത പര്യടനവും ഇന്നായിരുന്നെങ്കിൽ പറ്റില്ലായിരുന്നു. എങ്ങനെ അന്നും ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇത്രത്തോളം കണക്കില്ലായിരുന്നു. ഒരു ക്രിസ്ത്യാനിയായിട്ടൊരു കഥാപാത്രത്തിന്റെ വെളിച്ചപ്പാട് ആവാനും കഴിയില്ല. അല്ല അത് മാത്രമല്ല ഭീമനെ ഒന്നും എഴുതാൻ പറ്റില്ല. മാതൃഭൂമി, ഈ പറഞ്ഞ മാതൃഭൂമി തന്നെ, അയാൾ പത്രാധിപരായിരുന്നു, മാതൃഭൂമി തന്നെ പ്രസിദ്ധീകരിക്കില്ല. മീശ പ്രസിദ്ധീകരിക്കാത്ത മാതൃഭൂമിയാണ്, അത് മാതൃഭൂമിയാണ്. വേറൊരു കാര്യങ്ങളുണ്ട്, ND രണ്ടാം മൂഴ എഴുതുന്ന കലാഭൂമിയില്ല, മാതൃഭൂമിയിൽ എഴുതിയില്ല. അദ്ദേഹം പറഞ്ഞൊരു വാക്ക്, ഞാൻ മാതൃഭൂമിയിലെ പത്രാധിപരായിരുന്നു, അവിടെ എന്റെ നോവലുകൾ തന്നെ എന്റെ സ്വാധീനം അത് വരരുതെന്നുള്ള ആഗ്രഹം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. എനിക്ക് നല്ല ഓർമ്മയുണ്ട്, എൻ്റെ ഒരു ജ്യേഷ്ഠൻ എയർഫോഴ്സിൽ റിട്ടയർഡ് ആയ ആളാണ്. പുള്ളി അന്ന് കോളേജ് പഠിക്കുന്ന കാലമാണ്. അന്നാണ് ഈ കലാഭൂമി ഇങ്ങനെ സ്ഥിരമായിട്ട് പുള്ളി ഇത് വാങ്ങിക്കുകയും അവസാനം എന്തോ പുള്ളി പറയുമായിരുന്നു, ഇതിന് ചിലപ്പോൾ ഒരു അവാർഡ് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞ് ഈ കലാഭൂമി എല്ലാം പുള്ളി ബൈൻഡ് ചെയ്ത് വെച്ചു. അന്നത്തെ രണ്ടാം മൂഴത്തിന്റെ ആ കലാഭൂമി 2 ബുക്ക് ഉണ്ടായിരുന്നു, എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അന്നാണ് ഈ നമ്മള് എം കൃഷ്ണനായ സാഹിത്യവാലോക ബൈൻഡ് ചെയ്ത് വെക്കുന്ന കലാഭൂമിയും എനിക്ക് കൂടെ പ്രചാരത്തിൽ ഒരു വലിയ പ്രസിദ്ധി കിട്ടിയത് വന്നതിന് ശേഷം, രണ്ടാം മൂഴം വന്നതിന് ശേഷമാണ്. സിനിമ ആയില്ല എന്നുള്ള വലിയ എവിടെ സിനിമകളുടെ നല്ലത് അത് തിരക്കഥകളാണ് സിനിമകൾ. ഇപ്പൊ നമ്മള് തന്നെ ദൈവത്തിന്റെ വീട്ടിൽ സത്യം പറഞ്ഞാൽ വായിക്കുന്ന സുഖം സിനിമയ്ക്ക് പോയി വായിക്കുന്ന ഒരു സുഖം നമുക്ക് MTയുടെ പല ഈ നാലുകെട്ടായാലും കാലമായാലും ഇതൊക്കെ തന്നെ ഒരു കാലഘട്ടം ഇനി ഇപ്പോഴുള്ള ഈ തലമുറയ്ക്കൊന്നും സങ്കല്പിക്കാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്നുള്ളത്. ഒരു മക്കത്തായ സമ്പ്രദായവും നാലുകെട്ടും അങ്ങനത്തെ കുടുംബ ബന്ധങ്ങളും ആ ജന്മിത്വവും അന്നുണ്ടായിരുന്ന കുടിയാന്മാരുടെ കഷ്ടപ്പാടുകളും ഇതെല്ലാം ശരിക്കും ഒരു ചരിത്രം തന്നെയാണ്. ആ നോവലുകളൊക്കെ തന്നെ ഒരു കാലഘട്ടത്തിന്റെ പരിച്ഛേദമാണ് ശരിക്കും. ഈ വള്ളുവനാടില് പ്രത്യേകിച്ച് കൂടല്ലൂർ എൻ്റെയൊക്കെ നാട് തന്നെയാണ്. അപ്പോൾ നമ്മുടെ ഒരു നാട്ടുകാരനായതുകൊണ്ട് തന്നെ നമുക്ക് കൃത്യമായിട്ട് അറിയുന്നതാണ്. അതിൽ പല കഥാപാത്രങ്ങളും നമുക്ക് തോന്നാണ്ട് ഇത് MT തന്നെയാണ്. സേതുവിനെ പറ്റിയൊക്കെ നമ്മൾ വായിക്കുമ്പോൾ ഇത് MT തന്നെ ആവും എന്നാണ് നമുക്കുള്ളൊരു ഇതുണ്ടാവും. അങ്ങനത്തെ ഈ നാലുകെട്ടുകളിലെ മരുമക്കത്തെ സമുദായത്തിലെ അമ്മാവന്മാരുടെ ഭരണവും അതിലുള്ള കഷ്ടപ്പാടുകളും ഒക്കെ. അപ്പോൾ അതിൻ്റെയൊക്കെ അവസാനത്തെ കാലഘട്ടമൊക്കെ ആകുമ്പോഴാണ് നമ്മളൊക്കെ ജനിച്ചിട്ടുണ്ടായിരിക്കുന്നത്. സോ MT വളരെ കൃത്യമായിട്ട്, അതുപോലെ തന്നെ ഈ വസൂരി പോകുന്ന കാലഘട്ടമൊക്കെ ഒരു കാലഘട്ടത്തിൽ ബിജുവായിട്ട് അന്ന് വന്നിട്ടുള്ള ആളാണ്. ഒരു ഈ എന്താ വളണ്ടിയറായിട്ട് പ്രവർത്തിച്ച് ഉണ്ടായിരുന്ന ആളുകളാണ്. അപ്പോൾ MT ഒക്കെ ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന് എഴുതിയിട്ടുള്ള ഓരോ കഥാപാത്രങ്ങളും ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകളുണ്ട്. കഥയിൽ ഈ സാങ്കല്പിക കഥാപാത്രങ്ങളല്ല,
ജീവിച്ചിരുന്ന കഥാപാത്രങ്ങൾ തന്നെയാണ് അവിടെ പല ഈ എഴുത്തുകളിലും ഒക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ MT എഴുതി കഴിഞ്ഞാൽ നമുക്കത് പിന്നെ വിശ്വസിക്കാൻ, ഇപ്പോൾ ഭീമനെ നമ്മൾ വിശ്വസിക്കുന്നു, ഭീമൻ അങ്ങനെ തന്നെയാണ്, ഭീമൻ തന്നെയാണ് പ്രധാന കഥാപാത്രം എന്നുള്ളത് നമുക്ക് തോന്നുന്ന രീതിയിലേക്ക്. ഇപ്പോൾ വടക്കൻ വീരഗാഥ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ അത് തന്നെയാണ് ശരി എന്ന് നമുക്ക് തോന്നിപ്പോകും. പഴശ്ശിരാജ കാണുന്നത് പോലെയൊക്കെ തന്നെ എഴുതി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ എഴുത്തുകൾ വളരെയധികം കൺവിൻസിങ് ആണ് എന്നുള്ളത് നമുക്ക് വിശ്വസിക്കേണ്ട യാതൊരു കാര്യവുമായി വരുന്നു. എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല. ദീർഘമായിട്ടുള്ള സംഭാഷണങ്ങൾ അവസാനിക്കാൻ കഴിയുള്ളൂ. എന്തായാലും എല്ലാവിധ ആദരാഞ്ജലികളും MTക്ക് അർപ്പിക്കാം. ഈ അനുസ്മരണം അവസാന ഘട്ടത്തിൽ നന്ദി പറയാനായിട്ട് വിജയകുമാറിന് ഇന്നത്തെ ഈ സായാഹ്നത്തിൽ MTയെ നമ്മൾ കേരളത്തിൽ പല സ്ഥലങ്ങളിലും MT അനുസ്മരണം പോലുള്ള പരിപാടികൾ നടക്കുന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഡൽഹിയുടെ പല ഭാഗങ്ങളും നടക്കുന്നുണ്ട്. ജനസംസ്കൃതിയുടെ പല ബ്രാഞ്ചുകളിലും MT അനുസ്മരണം നടക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ഇവിടെ അനുസ്മരണ പ്രഭാഷണം നടക്കുകയുണ്ടായി. നമ്മൾ MT എന്ന ഒരു മഹാനായ എഴുത്തുകാരനെയും അതുപോലെ സിനിമാ സംവിധായകരെയും പത്രാധിപരെയും നമ്മൾ ഓർക്കുകയുണ്ടായി. ഒരു കാലഘട്ടത്തിൻ്റെ ഒരു നഷ്ടമായിട്ട് തന്നെയാണ് എല്ലാവരും വിലയിരുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മുടെ അനുസ്മരണ പ്രഭാഷണത്തിൽ എത്തിയിട്ടുള്ള കേന്ദ്ര കമ്മിറ്റി അംഗം ജനസംസ്കൃതി കേന്ദ്ര കമ്മിറ്റി അംഗം ശ്രീ ശശികുമാറിനെ ജനസംസ്കൃതി നൈറോബി ബ്രാഞ്ചിൻ്റെ പേര് നന്ദി പറയുകയാണ്. അതുപോലെ ഇന്നത്തെ അനുസ്മരണ പ്രഭാഷണത്തെ എത്തിയിട്ടുള്ള കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ കേന്ദ്ര കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ശ്രീനിവാസ്, അതുപോലെ ശങ്കരനാരായണൻ എന്നിവരെയും ബ്രാഞ്ചിൻ്റെ പേരിൽ നന്ദി പറയുന്നു. അതുപോലെ ഇന്നത്തെ പരിപാടിയിലെത്തിയിട്ടുള്ള ജനസംസ്കൃതി കുടുംബാംഗങ്ങളെ എല്ലാവരെയും ഈ പരിപാടിയിലെത്തിയിട്ടുള്ള എല്ലാ ആൾക്കാരെയും നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു.